അപ്പോൾ ഗൈസ് എല്ലാം വെച്ചാൽ മുടക്കുമ്പോൾ പറഞ്ഞാൽ മറ്റൊരു സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഞാൻ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മൈനിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മരം ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അതിന് ഇഷ്ടംപോലെ സാപ്ലിങ് കിട്ടും. നമുക്ക് ഇഷ്ടംപോലെ സാപ്ലിങ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ. ഇനി ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഇത് തോനെയായാലും ഇച്ചിരി വിഷയമാണ്. നമുക്ക് പിന്നെ തലവേദന ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അങ്ങോട്ടൊക്കെ നടാൻ പോയാണ് കേസ്. ഇങ്ങോട്ടൊരു ഈ മല നിറച്ചൊരു കാട് കൂട്ടാക്കാൻ പോയാണ് കേസ്. പിന്നെ ഇവിടുത്തെ കേവ് ഞാൻ ഇച്ചിരി ഇത് ചെയ്തായിരുന്നു, എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സാധനം കിട്ടി. ഇല്ല, ഞാൻ പേര് പറഞ്ഞു. ഇതിൻ്റെ ക്രിസ്റ്റലൊക്കെ ഇല്ലേ കേസ്, ഒരു പർപ്പിൾ സാധനം അതൊക്കെ കിട്ടി. പിന്നെ ഡയമണ്ട് കിട്ടി. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേസ്. എടുത്തിട്ടില്ല ഇതുവരെ. നിങ്ങളെ കാണിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഡയമണ്ടൊക്കെ. പിന്നെ നമ്മൾ വേറെ ചെയ്ത കാര്യമൊക്കെ ഉണ്ട് കേസ്. നമ്മൾ ഇവിടെയാണ് വില്ലേജറിനെ പിടിച്ചുകൊണ്ട് ഇട്ടത്. നമ്മൾ ചെറിയ ഇവിടെ തട്ടിക്കൂട്ട് ഫാമൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഒരു മറ്റേ സ്വീറ്റ് ബെറി അത് കിട്ടിയായിരുന്നു. ഞാനത് ഇവിടെ നട്ടു വെച്ചു. അത് കഴിഞ്ഞ വീഡിയോ കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ കയറി നോക്കണം. നമ്മളിവിടെ ഇവിടെ പിടിച്ചോണ്ടിട്ടിട്ട് ഞാനിവിടെ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കി ഗൈസ്. അങ്ങ് ഉണ്ടാക്കി. വർക്കിംഗ് ആണ്. ഞാൻ ഇവിടെ ഫാമായിട്ടല്ല ഗൈസ് ഉണ്ടാക്കി. ഞാൻ ബ്രെഡ് ഇട്ട് ഒന്നിനെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കിടപ്പുണ്ട്. കണ്ടത് അവിടെ ഈ കമ്പോസ്റ്ററിൻ്റെ മണ്ടയ്ക്ക് സ്ലാബ് ഇട്ടിട്ടുണ്ട്. വില്ലേജർ ഞാൻ മണ്ടയ്ക്ക് കയറിയിരിക്കും. ഒരുത്തൻ പൊട്ടറ്റോയും മറ്റേ വീറ്റും ആണ്. നമ്മൾ ഈ മറ്റേ മരത്തിൻ്റെ ഇത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഈ മരത്തിൻ്റെ പേര് ചെറിയ ബ്ലോസം. അതിൻ്റെ മരം തന്നെയാണ്. അതിൻ്റെ തടിയും കൊണ്ടുണ്ടാക്കിയ ട്രാപ്പ് ഡോറൊക്കെയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ നൈസായിട്ട് ചെറുതായിട്ട് ആൻഡ് ടൂൾസിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കേസ് ആ വില്ലേജൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അടിയിൽ റെയിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ മൈനിലൊക്കെയാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ വോൾഫുണ്ട് കേസ്. ഞാൻ 4 കണ്ടു. പക്ഷേ എല്ലായിടത്തും വന്നപ്പോഴത്തേക്ക് പിന്നെ 4 ഡീസ്പോൺ ആയിരുന്നു. ആ ഏരിയയിലൊന്നും കണ്ടില്ല. അവിടെ താഴെ ഷുഗർ കെയിനൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേസ്. പിന്നെ നമുക്ക് ഇതുവരെ നമുക്കൊന്ന് കിടന്നുറങ്ങാം കേസ്. രാത്രി ആയില്ല. നമുക്ക് ഇത്ര അയണുണ്ട്. ഞാൻ അയണൊക്കെ ഇച്ചിരി ചിലവായി പോകുന്നുണ്ട് കേസ്. പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടി. ഡയമണ്ട് വേണ്ടി മൈൻ ചെയ്തപ്പം നമുക്ക് ഏകദേശം താഴെ 8 ഡയമണ്ട് ഇരിപ്പുണ്ട്. കാണിച്ചു തരാം. ഞാൻ സ്ട്രിപ്പ് മൈനാണ് ചെയ്തത്. ഒന്ന് സ്ട്രിപ്പ് മൈൻ ചെയ്തപ്പോഴും മറ്റേത് സ്ട്രിപ്പ് മൈൻ ചെയ്യാൻ കുഴിച്ചപ്പോഴുമാണ്, സ്ട്രൈറ്റ് കുഴിച്ചപ്പോഴുമാണ് കണ്ടത്. ഞാൻ കാണിച്ചു തരാം. നമ്മളാദ്യം ഇങ്ങോട്ട് പോയപ്പോഴാണ് ഇവിടെ കേവ് കാരണം നമ്മൾ തിരിഞ്ഞിട്ട് നേരെ പോയി. ഇച്ചിരി സമയമെടുത്ത് ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാതെ ഇതൊക്കെ മൈൻഡ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇത് കാണിച്ചിട്ട് വരാം ഗൈസ്. മറ്റേ ക്രിസ്റ്റല്. ഞാൻ ഈ ക്രിസ്റ്റലാണ് ഇട്ട് ഞാനില്ല ആ ഗുഹയിൽ കൂടെ ഇറങ്ങി വന്ന് അവിടെ പെട്ടുപോയി ഗൈസ്. ഇതൊക്കെ ഞാൻ കയറി പോയതാണ്. ഈ കൂടെ മണ്ടയ്ക്ക് എത്താൻ ഈ ചെറിയൊരു ഭാഗമുണ്ട് ഗൈസ്. അവിടെ ഞാൻ ചുറ്റി നിന്ന് ഈ സ്ഥലം തിരിഞ്ഞു പോയി ഗൈസ്. പിന്നെ ഞാനിങ്ങനെ മണ്ടയ്ക്കോട്ട് കയറിയപ്പോൾ അവിടെ വെള്ളം കണ്ടിട്ട് പിന്നെ വെള്ളത്തിൽ കൂടെ ഇച്ചിരി നീന്തി ഗൈസ്. എനിക്കറിയത്തില്ല, ഒന്നെങ്കിൽ ചാവും അല്ലെങ്കിൽ എത്തും ഗൈസ്. അങ്ങനെ ഞാൻ നീന്തിയപ്പോഴാണ് സ്ഥലം എത്തിയത്. ഗുഹയ്ക്കകത്ത് തന്നെ ഒരു വെള്ളം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതാണ് ഇതിൻ്റെ പേരെന്താ, അമത്തിസ്റ്റ്. ഞാൻ അതിൻ്റെ പേര് വായിച്ചിട്ടില്ല. നമുക്കിവിടെ ടോർച്ച് അങ്ങ് വെക്കാം ഗൈസ്. നമ്മളെ സ്റ്റോറേജ് ഫുള്ളാണ്. കയ്യിലും ഇരിപ്പുണ്ട് റെഡ് സ്റ്റോൺ. ഇത് നമുക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോകാം ഗൈസ്. ഇതാണ് ക്രിസ്റ്റലെന്ന് തോന്നുന്നു. ഇത് പൊട്ടിച്ച കൈ വരുമല്ലോ. വരും ഇതില്ലേ ക്രിസ്റ്റല്.
ക്രിസ്റ്റൽ ഇല്ലയോ? ഷെയർഡോ? ആ ഇനി നമുക്ക് ഞാൻ ഡയമണ്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഡയമണ്ട് കൂടെ റെസ്റ്റോറൻറ്റ് ഇരിപ്പുണ്ട്, ഇതും കൂടെ എടുക്കാം. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ പോക്കറ്റ് അടിച്ച് വിളിക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ അയൺ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 21 അത് മേപ്പോട്ട് തിരിച്ച് കയറിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ മൈൻഡ് രീതിയിൽ 21 ഡയമണ്ട് കിട്ടുന്നത് 50 to 57 അതിൻ്റെ മിഡിലായിട്ടാണ് ചെയ്തത്. നമ്മുടെ സ്ട്രൈറ്റ് നമ്മൾ സ്ട്രിമ്മൈൻ ചെയ്ത് അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടി, പിന്നെ സ്ട്രിമ്മൈൻ ചെയ്തപ്പോൾ ഇവിടെ നിന്ന് കിട്ടി. ഇത് 4 അത് 4 ഗൈസ്. നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇതെടുക്കുന്നുണ്ട്. പിന്നെ സ്പേസ് ഇല്ല. നമുക്ക് ഇത് എടുക്കേണ്ട എന്തായാലും വരും. നമുക്ക് ഫോർച്യൂൺ ഉണ്ടാക്കിയിട്ട് ഇതെടുക്കാമെന്ന് വെച്ചാൽ എന്താ വേണം? ഫോർച്യൂൺ കിട്ടുമ്പോഴത്തേക്ക് സമയമാകുമെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് അതങ്ങ് എടുക്കാം. അപ്പം നമ്മളുടെ കയ്യിൽ 8 ഡയമണ്ട് ഗൈസ്, 49 ലാപ്പിസ് ഉണ്ട്. പിന്നെ ഗൈസ് ഇഷ്ടംപോലെ ലാവയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ആദ്യം ഡയമണ്ടും നമ്മുടെ ഇരിക്കുന്ന സാധനമൊക്കെ എല്ലാം ഒഴിപ്പിക്കട്ടെ. ഡയമണ്ടൊക്കെ സേഫായിട്ട് കൊണ്ടുവെക്കണം ഗൈസ്. ഞാൻ ഇവിടെ 21 ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടാണ് അയണ്ട ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് 21 പിന്നെ ഞാനിപ്പം മൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം ആവശ്യത്തിനുള്ള അയണൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മുടെ ഈ ആവശ്യത്തിനുള്ള ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം വില്ലേജറിനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു കാര്യം പറ്റി. ഞാൻ പിന്നെ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ എക്സും വൈയും മിസ്സഡ് എനിക്കറിയത്തില്ല. ഇപ്പം 128 കിടക്കുന്ന സംഭവമില്ലേ, അതങ്ങ് 3000 പോയി. 30 ചെറിയ സംഖ്യയുണ്ടല്ലോ 23, അതങ്ങ് 500-800 പോയി. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് കടലിലൂടെ കണ്ട് കൈവസ് വന്നത് എങ്ങനെ അങ്ങോട്ടൊക്കെ എത്തി. വരുന്ന വഴിക്ക് ആറിൽ കൂടെ വന്നപ്പം ഇവിടെ ഈ 123 അവിടെ ഒരായിരമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഒരു വില്ലേജും കണ്ട് ഗൈസ്. അവിടെ നിന്നാണ് പിന്നെ ഒരു വില്ലേജാണ് പോയി ഞാൻ എടുത്തത്. ഇതൊക്കെ ഒതുക്കട്ടെ ഗൈസ്. ഇതൊക്കെ എല്ലാം എടുത്ത് വെക്കണം. സുരക്ഷിതമായി ഡയമണ്ടൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിനി ലാവയിലോട്ടാണ് പോകുന്നത്. ലാവ ഞാൻ ഇച്ചിരി ലാവ പൂളൊക്കെ കണ്ടായിരുന്നു. എനിക്ക് ഇതുണ്ട് ഗൈസ്, എനിക്കൊരു ഇതുണ്ട്. എവിടെയാണെന്നൊരു ചെറിയൊരു പിടുത്തമുണ്ട്. അവിടെ ആണെങ്കിൽ നല്ലതായിരുന്നു. എനിക്കൊരു ഊഹമാണുള്ളത് ഗൈസ്, കറക്റ്റായിട്ട് അറിയത്തില്ല, ചെറിയൊരു ഊഹമുണ്ട്. 15 ഇങ്ങോട്ടായത് ഞാൻ ഡയമണ്ടിന് വേണ്ടി 15 കുഴിച്ച് ഇങ്ങോട്ടാണ് ഗൈസ്. പിന്നെ ഞാൻ വേറെ നെറ്റിലൊക്കെ കയറി യൂട്യൂബിൽ കയറി നോക്കി, അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. നമ്മളിങ്ങോട്ട് ഇവിടെ നമുക്ക് ഒരു കട്ടെങ്കിലും എടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ലാവയുണ്ട്, ഇവിടെ ലാവ പൂളുണ്ട്, ഇവിടെ ഒബ്സിഡിയനുണ്ട്. നമുക്ക് ഈ ഒബ്സിഡിയനൊക്കെ മതി ഗൈസ് നമുക്ക് എൻ്റെ പോവാൻ, നെവറിൽ പോവാൻ. ഒബ്സിഡിയനൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു സെക്കൻഡ് ഞാനൊരു പണി ചെയ്യാൻ നോക്കട്ടെ. ഒരു പണി നോക്കട്ടെ. അവിടെ ഇല്ല വലത്തെ വശത്തായിട്ട് അവിടെ ലാവ ഇങ്ങനെ കിടപ്പുണ്ട്.
വെള്ളം അടച്ചാലും അവിടെ ഇപ്പം ചിലപ്പം പണി കിട്ടും. ഇതും ആടാ ടോർച്ച് മതി. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി സുരക്ഷിതമായി ഇനി വെട്ടാം. ഇനി ഒബ്സിഡിയൻ കളക്ട് ചെയ്യാം. നമുക്കിനി നമുക്ക് നെതറിന് അടുത്ത എപ്പിസോഡിൽ പോകാം ഗൈസ്. ആദ്യത്തെ എപ്പിസോഡിൽ ബേസ്, രണ്ടാമത്തെ എപ്പിസോഡിൽ അയൺ ഏതാ അയൺ ആർമർ ഫുൾ സെറ്റപ്പ് വേണ്ട. ഫുൾ സെറ്റപ്പ് അല്ല, ഏകദേശം അങ്ങനെയൊക്കെ പറയാം ഗൈസ്. മൂന്നാമത്തെ എപ്പിസോഡിൽ മൂന്നാമത്തെ ഇല്ലയോ? മൂന്നാമത്തെ എപ്പിസോഡിൽ ഡയമണ്ട് കിട്ടി. നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ നെതറിൽ പോകാൻ പോവുകയാണ് ഗൈസ്. മാക്സിമം നമുക്ക് 10 എപ്പിസോഡ് അതിനുള്ളിൽ ഇങ്ങനെ പോയാൽ എനിക്ക് 10 എപ്പിസോഡിനൊക്കെ ഉള്ളിൽ എനിക്ക് ഇന്ത്യയിൽ പോകണമെന്നാണ് ആഗ്രഹം. ഞാൻ ഒന്നാമതേ ന്യൂബാണ്, ചിലപ്പം പറയാൻ പറ്റത്തില്ല. അയ്യോ ഇച്ചിരി കൂടെ ഒരു പവർ ആകാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് വീഡിയോ എടുക്കാത്തപ്പോഴും ഞാനിങ്ങനെ എന്താണ് ഗൈസ് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ബാക്കിൽ. വീഡിയോ എടുക്കാത്തപ്പോഴും ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു കാര്യമുണ്ട് ഗൈസ്, നമുക്ക് മണ്ടയ്ക്ക് വൂൾഫ് ഉണ്ടോ നോക്കണം പോയി. നമുക്കിനി വില്ലേജേഴ്സിനെ നമുക്ക് ട്രേഡ് ഹാളിലോട്ട് മാറ്റണം. ഇനി അതിന് വേണ്ടി ഒരു 2 ഫാമേഴ്സ്, 2 അല്ലാതെ പോർഷനുള്ള 2 ലൈബ്രറിയൻസ്, മൊത്തത്തിൽ വേറെയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഏകദേശം ഒരു 10 വില്ലേജറാണ് ആവശ്യം. ചെറിയൊരു ട്രേഡർ ഫാം ഏകദേശം ഉണ്ടാക്കാൻ. ഇപ്പം നമ്മുടെ ഒരു വില്ലേജറുണ്ട്. മറ്റേ 2 വില്ലേജേഴ്സിനെ നമ്മൾ അവിടെ തന്നെ എപ്പോഴും ഇട്ടേക്കുവാണ് ഗൈസ്. അവന്മാരൊന്നും ചെയ്യുന്നില്ല വേറെ. നമുക്കിപ്പം ഒരുത്തിന് 3 വെച്ച് ഒന്നുകൂടെ കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് കാര്യം ചെയ്തേക്കണം ഗൈസ്. ഇതിനകത്ത് ഒരു വില്ലേജറിന് 3 വെച്ച് കൊടുത്താൽ മതിയോ? 2 വില്ലേജറിനും കൂടെ 3 വെച്ച് കൊടുക്കണോ? അതോ ഒരുത്തിന് മാത്രം കൊടുത്താൽ മതിയോ? കമൻറ്റ് ചെയ്താണ് ഗൈസ്. എനിക്കിത് വലിയ അറിവില്ല അതിനെപ്പറ്റി. ഇവരിപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇവൻ്റെ ട്രേഡ് ഞാൻ കാണിച്ചൊന്നുമില്ലല്ലോ. ഇവന് വീറ്റും ഇവന് പൊട്ടറ്റോയാണ് ഗൈസ്. പൊട്ടറ്റോ 26 പൊട്ടറ്റോ എടുത്താൽ 2 കിട്ടും നമുക്ക്. ഇവന് തൽക്കാലത്തേക്ക് നമുക്ക് ഇപ്പോൾ ഒരു 3 ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇവനും ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇവനെടുത്തോ? അത് നമുക്ക് പെട്ടെന്ന് തന്നെ വെളിയിലിറങ്ങാം ഗൈസ്. ഇവിടെ നോക്കാം നമുക്ക്. വർക്കിംഗ് ആവുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടോ വർക്കിംഗ് ആണ്. നമുക്കിനി അവൻ അങ്ങോട്ട് പോകും. ഈ കൊച്ചിറക്കാൻ അങ്ങോട്ട് പോയി. പോടാങ്ങോട്ട്. നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് വന്ന് നോക്കാം ഗൈസ്. അപ്പോഴത്തേക്ക് അവൻ ഇവിടെ കാണത്തില്ല. അമ്പൂക്കോളും. മരം കിളിച്ചോ? ഇനി മണ്ടയ്ക്കൊരു മരം വെച്ചിട്ടുണ്ടായി ഗൈസ്. വെറൈറ്റി എങ്ങനെയുണ്ട്? ഇവിടെ ഒരു കുഴപ്പമുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ വന്ന് ഇല്ല സ്കെൽട്ടനൊക്കെ വന്ന് ഇവിടെ വന്ന് ഇരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇനി മണ്ടയ്ക്ക് ലൈറ്റ് വെച്ചേക്കാം. ഇവിടെ വേണ്ട, ഇവിടെ വേണ്ടത് ഇതിൻ്റെ മൂട്ടിലൊക്കെ ഇച്ചിരി ലൈറ്റ് വെച്ചേക്കാം. ഇച്ചിരി അങ്ങോട്ടും ഉണ്ടോ ഈ സാപ്ലിങ് ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ ഈ ചെറിയൊരു ഭാഗമുണ്ടല്ലോ, ഇത് ഇങ്ങനെ ചുറ്റിനും അങ്ങനെ ഇത്ര നമുക്ക് ഈ മരം വെക്കാം. നമുക്കിവിടെ ഹണിയും ബീയുണ്ട്, കൂടുണ്ട്. നമുക്ക് ഹണി ഫാമൊക്കെ ഉണ്ടാക്കണം. കെൽപ്പൊക്കെ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഫാമിൻ്റെ അടുത്തോട്ട് കാണിച്ചില്ലല്ലോ ഗൈസ്. പൊട്ടറ്റോ വളർന്നു തോന്നുന്നു. ഞാൻ കൃഷി ചെയ്യണം. സീഡ് ബെറി പിടിച്ചു. നമുക്ക് സീഡ് ബെറി വലുതാക്കണം, എല്ലാം വലുതാക്കണം.
എല്ലാം ചെയ്യണം. അടുത്ത വീഡിയോയിലുള്ള പരിപാടി എന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോ ആകുന്നതിൻ്റെ മുന്നേ ഞാൻ ഇല്ലാത്ത ചെയ്ത് വെച്ചേക്കാം, ഒബ്സിഡിയൻ വെട്ടി വെച്ചേക്കാം. നമുക്ക് പിന്നെ ഒരു ട്രേഡിംഗ് ഹാള് ഉണ്ടാക്കണം. ട്രേഡിംഗ് ഹാളും കൂടെ ഉണ്ടാക്കിയാൽ മതി, വേറെ പണിയൊന്നുമില്ല. ആദ്യം നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ വെക്കാം. എന്നിട്ട് ഇതുണ്ടാക്കി ട്രേഡിംഗ് ഹാളുണ്ടാക്കിയിട്ട് ഞാൻ നെതറിൽ പോകാൻ വെച്ച് വേണ്ടിക്ക് ഞാൻ ചെയ്ത് വയ്ക്കാറും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കൂടെ വെച്ചെടുത്ത് കാണും. വളരെ സുഖർക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.